ഇനി തൊട്ട് ഇഡ്ഡലി ബാക്കി വരുമ്പോൾ അത് വെറുതെ ചൂടാക്കി കഴിക്കാതെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ സവോളയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മസാല പോലെ നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വലിയ സവോള തന്നെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തത്. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ആ പൊടികളൊക്കെ നന്നായി മൂക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ, അപ്പോഴാണ് നമ്മുടെ ഇതിനൊരു ഫ്ലേവർ നന്നായി കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു 2 തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് 2 ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി നന്നായി ഉടച്ചിടുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അരച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായി ഉടച്ചെടുക്കണം കേട്ടോ തക്കാളീനെ. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്യൂബ് സൈസിലാണ് നമ്മുടെ ഇഡ്ഡലീനെ അരിയേണ്ടത്. അത് അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ല പോലെ എല്ലാ ഇഡ്ഡലിയിലും നമ്മുടെ മസാല പറ്റുന്ന പോലെ നമ്മൾ അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 8ഓളം ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഇത്രയും മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസാല കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. മസാല നന്നായി ഇരിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതിനെ നന്നായി എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ നല്ലപോലെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എത്രത്തോളം നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും അത്രത്തോളം മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ഇത് പൊടിഞ്ഞ് വരും, അതാലും കുഴപ്പമില്ല. അതൊരു ഉപ്പുമാവ് ടൈപ്പിലേക്കൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും എളുപ്പത്തിന് നമുക്ക് നമ്മുടെ ഇഡ്ഡലീനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട്